ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സാധാരണ ഡെസ്റ്റിനേഷനിലേക്കല്ല, നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി മഴത്തുള്ളികളും മഞ്ഞു മൂടിയ വഴികളും കാത്തിരിക്കുന്ന ഒരു കാട്ടുപാതയിലേക്കാണ്. മക്കുവള്ളി എന്ന ഒരു ഹിഡൻ ഫോറസ്റ്റ് വില്ലേജ്. സംഭവം എന്തായാലും കൊള്ളാട്ടോ അല്ലേ? കാടിന് നടുക്കുള്ള ഒരു വില്ലേജ്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റും ഉണ്ട്. ചുമ്മാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ കോതമംഗലത്ത് നിന്ന് വണ്ടി എടുത്ത് നേര്യമംഗലം എത്തുന്നതിന് മുമ്പ് തലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചങ്ങ് വരുമ്പോഴത്തേക്കും ഈ കാട്ടിൽ കയറും. ഒരു മനുഷ്യക്കുഞ്ഞില്ല ഇവിടെ. ചെറിയൊരു വഴിയും കാടിന് നടുക്കിക്കൂടെയുള്ള ഈ ഒരു റൂട്ടും. അപ്പോൾ മഴ പോയി, പക്ഷേ ക്ലൈമറ്റ് കൊള്ളാം. മഴയില്ല എന്നാൽ വെയിലുമില്ല, ഒന്ന് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ അല്ലേ? ക്ലൈമറ്റിലാണ് നമുക്ക് പോകുന്നത്. റൈഡ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ്. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യാണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കൂലേ, നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലല്ലേ ഇത്. കാടിൻ്റെ ഒക്കെ ഒരു കിടുക്കൻ ഫീലാണ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. മരംകുത്തിയെടുത്തുണ്ടല്ലേ. ആനശല്യം എന്തായാലും നന്നായിട്ടുള്ള റൂട്ടാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ട്, ഫെൻസിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും മുള്ളരിങ്ങാട് ടൗൺ അല്ലേ? ചെറിയൊരു ടൗൺ ഏരിയ. പക്ഷെ ഈ ഏരിയയുടെ ഒരു പ്രത്യേകത തന്നെ അറിയാടാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുറെ എക്സോട്ടിക് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ ഈ പോകുമ്പോ റോഡ് സൈഡിൽ റംബുട്ടാനൊക്കെ ഉണ്ടായി കിടക്കണുണ്ടോ മുകളില്? റംബുട്ടാനുണ്ട്, അതുപോലെ ലിച്ചി, പുലാസാൻ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പുലാസാൻ ഈ റംബുട്ടാന്റെ ഒക്കെ പോലെ തന്നെ ഇരിക്കും, വലുതാ കുറച്ചും കൂടി. അങ്ങനെ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് കൊക്കോ, റബ്ബർ, പൈനാപ്പിൾ, അങ്ങനെ കൊക്കോ ഉണ്ടാവും. അതൊക്കെ കൃഷി ചെയ്യാനായിട്ട് നല്ല ക്ലൈമറ്റ് അല്ലേ ഇത്? ഇനി നമ്മൾ മേലോട്ടാ പോകുന്നേ. ഇനി കയറ്റം കയറി പോവാണല്ലോ. ആഹാ, റംബുട്ടാൻ്റെ കിടക്കണ നോക്കി. മോനെ സൈഡ് നോക്കില്ലേ? കൊള്ളാലേ. ശരിക്കും ഒരു തിരക്കൂല, ഒന്നുമില്ല. മഴക്കാലത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ റൂട്ട്. ഇവിടെയൊക്കെ എല്ലാവരും മൊത്തം കൃഷിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു ഹെൽത്തി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ തീർച്ചയായും ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കി അമ്മോ സെറ്റപ്പാണ്. പിന്നെ ഈ റോഡിന്റെ ഒരു ക്വാളിറ്റി നോക്കിയടാ. അല്ല അത് പിന്നെ ഇവിടെ ഇതില് രണ്ട് സൈഡും കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കിനെ. അത് മാത്രമല്ല നല്ല റബ്ബറൈസ്ഡായിട്ട് അത്യാവശ്യം മിനുസായിട്ട് കിടക്കണേ, ഒരു കുഴി പോലും ഇല്ലാത്ത റോഡ്. ഇവിടെയൊക്കെ താമസിക്കുന്നതിന്റെ ഒരേ ഒരു ബുദ്ധിമുട്ട് അതാടാ. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ്, പിന്നെ നല്ല സ്കൂള്, അതിന്റെയൊക്കെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇത് ഇടുക്കി വെൺമണി റൂട്ടല്ലേ? ഞാൻ ഈ റൂട്ട് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടടാ. ഈ വഴി ഞാൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എപ്പോഴും. ഇത്രയും വൈബ് ആയിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ കയറി വരുമെന്ന് നമ്മൾ താഴത്തുനിന്ന് വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ഇത് ഫുള്ളൊരു ഡാർക്ക് മോഡാണ്. ഒരുമാതിരി മറ്റേ എക്സ്പോഷർ, പ്രകൃതി തന്നെ ഇങ്ങനെ എക്സ്പോഷർ ഒക്കെ കുറച്ചിട്ടേക്കണ പോലെ, ബ്രൈറ്റ്നെസ് കുറച്ചിട്ടേക്കണ പോലെ. ഇതാണ് അയ്യപ്പൻ പാറ. ഇതൊക്കെ ഏത് സ്ഥലം? ഈ വെൺമണി എന്ന് പറഞ്ഞ റൂട്ട് ഞാൻ പോയിട്ടുണ്ട്. റൈറ്റ് റൈറ്റ് അവിടെയാണ് വെൺമണി. വെൺമണി ഞാൻ പോയിട്ടുണ്ട്. വെൺമണി പോയിണ്ടോ? എന്റെ മോനെ ടൗൺ നോക്ക്. ഇതാണ് വെൺമണി. മക്കുവള്ളി പോകുന്ന വഴിക്ക് വെൺമണി ടൗൺ കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്. ഇവിടെ നല്ലൊരു ചായക്കടയുണ്ട്. ഇവിടെ നിന്ന് ചായയും കുടിച്ച് നോക്കിക്കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റും കാണാം. ആ വ്യൂ പോയിന്റിലേക്ക് നടക്കാനൊന്നും അധികം ദൂരമില്ല, പക്ഷേ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ച അടിപൊളിയാണ്. സിനിമകളിലൊക്കെ പല പ്രാവശ്യം ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടാകും.
അവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മക്കുവള്ളിയിലേക്ക് തിരിയുന്ന ആ ഒരു ടേണിങ് കാണാൻ പറ്റും. മക്കുവള്ളി 6 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 3 കിലോമീറ്റർ ദൂരം വഴികൾ ചെറുതാണെങ്കിലും ശരിക്കും ജനവാസ മേഖല തന്നെയാണ്. പക്ഷേ ഇവിടം കഴിയുമ്പോൾ വഴിയുടെ സ്വഭാവമൊക്കെ പെട്ടെന്നൊന്ന് മാറും. പിന്നെ ചുറ്റിനും കാടും കാടിൻ്റെ സൗണ്ടും മാത്രം. ഭയങ്കര ഒരു ദുരൂഹമായ കാടല്ലേ അല്ലേ? ഇവിടെ അങ്ങ് വന്നപ്പോൾ കാടിൻ്റെ ആംബിയൻസ് അങ്ങ് മൊത്തം അങ്ങ് മാറി. എവിടെ തിരിഞ്ഞാലും ഒരു ഭീകരത മാത്രം. അമ്മ ആ ഇറക്കം നോക്ക്. ഫാസ്റ്റ് പിടിച്ച് ഇറക്കാം കേട്ടോ അല്ലേ? ഇതൊക്കെ ഭയങ്കര ഇറക്കമാ എന്റെ അമ്മ. എന്റെ മോനെ തിക്സ് ഫോറസ്റ്റ് കേട്ടല്ലേ? ഇങ്ങനെ എങ്ങനെ പോയാ ലോറി കയറുന്നത് കേട്ടോ. മലയിറങ്ങി താഴെ എത്തിയാൽ മക്കുവള്ളി എന്ന ഈ മനോഹരമായ ഗ്രാമം നമുക്ക് കാണാൻ പറ്റും. 4 ചുറ്റിനും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ ജനസംഖ്യയൊന്നുമില്ലാത്ത ചെറിയൊരു ഗ്രാമമാണ് ഈ മക്കുവള്ളി എന്ന് പറയുന്നത്. ഫോറസ്റ്റിലൂടെയുള്ള ഈ ഒരു റൂട്ടും കടന്ന് ഇവിടെ എത്തുമ്പോൾ തികച്ചും ശാന്തമായ വേറൊരു അന്തരീക്ഷമാണ്. കൃഷി തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിനായിട്ടുള്ള വരുമാന സ്രോതസ്സും. അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നും കടന്നു വരാത്ത അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഡെസ്റ്റിനേഷനിൽ പെടാത്ത ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് മക്കുവള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേട്ടാ റിവേഴ്സ് എടുക്കണ നോക്കിയാലേ ഫുൾ എക്സ്പീരിയൻസ് ഡ്രൈവർ കേട്ടോ. ഇതാണ് ശരിക്കും മക്കുവള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ചായക്കട ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ ചായ പിടിക്കാം. കഴിഞ്ഞു സാധനം. റൈറ്റ് പോട്ടെ, റൈറ്റ് പോട്ടെ, റൈറ്റ് പോട്ടെ. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. അയ്യോ അടിപൊളി അല്ലേ? നമ്മളാ കാട്ടിൽ കയറിയപ്പോ എന്തായിരുന്നല്ലോ ഭയങ്കര സാധാരണ കാടിന്റെ ഒരു അങ്ങനത്തെ ഒരു ഭംഗിയല്ല അവിടെ ഒരു അല്ലേ? ഒരു ഇവിടം വരെ ഉള്ളൂ. ഇതാണ് മക്കുവള്ളിയിലെ ലാസ്റ്റ് പോയിന്റ്. കോൺക്രീറ്റ് റോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഒരു മൺ റോഡ് ഇവിടുന്ന് വീണ്ടും മുൻപോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ റോഡ് താഴേക്ക് പോയാൽ ചെറുതോണി മണിയാറൻകുടി കൂടിയിട്ട് പെരിങ്കാല വഴിയുണ്ട്. താഴെ നല്ല ഹൈവേ പോലെ കിടക്കുന്ന വഴിയാ. ഞാൻ കഴിച്ചതാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്. ചെറുതോണി ഇളയ കൊച്ചിന് 6 മാസം, ഇവിടുന്ന് മണിയാറൻകുടിന് 6 വയസ്സ്. അല്ല ജീപ്പ് ഓടിച്ചു വരുന്നതാണോ? ഞാൻ പാലക്കാട് ആണ്. ഞാൻ ഈ പുള്ളിയുടെ വീട്ടിൽ താമസിക്കുക. എന്റെ വീട് കോതമംഗലം. കോതമംഗലം മാറി കോതമംഗലം ടൗണിന്റെ അടുത്ത് തന്നെ. ഇങ്ങോട്ട് തന്നെ ഇറങ്ങോ? ഇങ്ങോട്ടൊന്നും വരാറില്ല. ഇവിടെ താഴെ വരെ വരും അല്ലേ? ഇല്ല, അപ്പുറേ ബസ് ആന കാണും ഇപ്പൊ. ആ ടവറൊക്കെ നിൽക്കണില്ല. ഈ ഓട്ടോ ഒക്കെ കുറെ ജീപ്പ് അങ്ങ് പോവും. ഓട്ടോ കുറെ കൂടെ പോകും. അവിടെ വരെ പോകും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ജീപ്പിന് പോകണം. നടന്നു പോകാം. ഒരു ഒഴുകൽ കുത്തുണ്ട് ഇവിടെ, വെള്ളച്ചാട്ടം. അല്ല ഞാൻ ചോദിച്ചു, അങ്ങോട്ട് ബൈക്ക് പോവോ? ബൈക്ക് പോവോ? ബൈക്ക് നമ്മള് പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? മണ്ണ് മീൻസ് ഓഫ് റോഡ് ഫുൾ ബൈക്ക് ഇതൊക്കെ കേറിപ്പോ. ഇത് ഇതിലെ കാണും അങ്ങോട്ടൊക്കെ തോട്ടപ്പുഴ. പിന്നെ ഇതിലെ നിരപ്പിച്ചെന്നാ ചെറുതോണിക്ക് പോയി ചേടാം. ചെറുതോണി നമ്മള് വന്ന വഴിക്ക് സാറിന് വല്ലപ്പോഴും ഇറങ്ങാറുണ്ട്. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് 1-2 വന്നായിരുന്നു. ഇതേലും പോവല്ലേ?
ഇതിലെ ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല, ഉള്ള കാര്യം പറയാണ്ട്. ഇതിലെ അങ്ങോട്ട് പോയിട്ട് ഞാൻ കുറച്ച് അപ്പുറം വരെ പോയി. മണിയാറൻകുടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? മണിയാറൻകുടി ഇല്ല ഇല്ല, കേട്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടില്ല. മണിയാറൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജീപ്പ് വന്ന് പാക്കുളത്തിന് കയറി പോണതാ. ജീപ്പ് പോണതാ പാക്കുളം. ഇവിടുന്നും ജീപ്പ് പോണതാ. അപ്പൊ ഇതാണ് മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലം. നല്ല ശാന്തമായ സ്ഥലം, നല്ല അടിപൊളി ആൾക്കാരും. ഈ കട അടുത്തുനിന്ന് ചേട്ടനാണ് നമുക്ക് ഇത്ര നേരം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്, ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പം ഈ വഴി ഇവിടുന്ന് ഈ മല കടന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടുപുഴയ്ക്കൊക്കെ ഉള്ള റൂട്ടിൽ പോയി ചാടാം എന്നാണ് പറഞ്ഞത്. കുറച്ച് ഡേഞ്ചർ റൂട്ടാണ്, ആനയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്നാലും പോയി നോക്കാം. നല്ല ഒരു സെറ്റ് റൂട്ടായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ആ റൂട്ടൊന്നും തിരിച്ച് പോകാനായിട്ട് ആ റൂട്ട് വിട്ട് നോക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റ് സ്ഥലം തന്നെയാണ് നമ്മുടെ മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലം. ആഹാ, ഇവിടെ തൊട്ട് തുടങ്ങിയല്ലോ ഓഫ് റോഡ്. നോക്കി കണ്ടും പോയതിട്ടോ. അടുത്ത മാസം കപ്പലിൽ പോകാനുള്ളതാ. ആന ചവിട്ടി കൊല്ലാതിരുന്ന ഭാഗ്യം. ഗുരു ചൈതന്യം കുടുംബയോഗം. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ജീപ്പ് റൂട്ടാടാ. ജീപ്പ് റൂട്ടാണത്. ഈ വണ്ടി ആയതുകൊണ്ട് ചേരി പൊക്കോളും അല്ലേ? അതാ പറഞ്ഞത്, നമ്മുടെ പുലിക്കുട്ടിയല്ലേ, അവൻ പൊക്കോളും. ഓട്ടോ കയറുന്ന ഇത് കൂടെ. നമ്മൾ വന്ന ആ ഒരു വഴിയിലേ ഓട്ടോയൊക്കെ വരുന്ന സമ്മതിക്കണോട്ടോ അല്ലേ? അത് സമ്മതിക്കണം. അത് കയറ്റമാണ് സമ്മതിക്കേണ്ടത്, ഇറക്കാൻ സീനില്ല. എന്റെ മോനെ എടുത്തോട്ടാ. കൂടെയൊക്കെ വരണത് പോയിട്ടോന്ന് അറിയില്ലാട്ടാ. പോയിട്ടോന്ന് അറിയില്ല പറയാണ്ടെങ്കിൽ സൂക്ഷിച്ചു പോയിട്ട് പതുക്കെ പോയി. ആ ചേച്ചിയോട് ചോദിക്കാം അല്ലേ? ചെറുതോണി പോകാൻ പറ്റുമെന്ന് നിർത്തിക്ക്. ചേച്ചി ഈ വഴി ചെറുതോണിക്ക് പോകാൻ പറ്റില്ലേ? ചെറുതോണി ആ ലെഫ്റ്റ് പോണോ? ആ ടവറിന്റെ അവിടുന്ന് ലെഫ്റ്റ് ആണോ? ഇടത്തോട്ട് പോണല്ലേ അവിടുന്ന്? എടുത്തോ എടുത്തോ, നോക്കി വന്നെ, സ്ലിപ്പാവരുത്. റേസ് ചെയ്തെടുത്തോ. പോട്ടെ പോട്ടെ, ഞാൻ നടന്നു വന്നോളാം. അയ്യോ എന്റെ മോനെ, വൈബ് റൂട്ട് എന്ന് പറഞ്ഞ വൈബ് റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പക്ക ആംബിയൻസ്. നോക്കട്ടെ ഞാനൊന്ന്. അമ്മോ, ഇവിടെ കയറുവോ? അഡ്വഞ്ചർ ആണെന്നും പറഞ്ഞ് പോയതോടെ വണ്ടി ഇതേ ഇവിടെ. ശരി, ഇവിടെയൊക്കെ പോയി. നമ്മളേ ഇവിടെ പോയി ഹാൻഗാർഡ് അതൊന്നും എടുക്കല്ലേ. ഹാൻഗാർഡ് പോയി. ഹാൻഗാർഡ് പോയോ? ഹാൻഗാർഡ് പോറി. ഇത്രയുള്ളൂ. മെയിനായിട്ട് എന്ത് ഇവിടെ ഞാൻ ഈ കാർബൺ ഫൈബർ ചെയ്തില്ലേ, ഇവിടെ പ്രശ്നമാണ്. എന്റെ മോനെ എന്തൊരു അനുഭവം ഇപ്പോടാ. 3 വട്ടം വീണു. മൊത്തം അട്ട. ഈ വണ്ടി കൂടെ കട്ട. ഇതിപ്പോ വണ്ടി കയറും. ഇത് എങ്ങനെയെങ്കിലും പിടിച്ച് കയറാൻ നോക്കണേ. തട്ടിക്കളെ പോണ്ട്. എഞ്ചിന്റെ അവിടേക്ക് പോവില്ല. പോയില്ലേ? അത് പോയി ആ കാട്ടിക്ക് പോയി. മേലെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാം. നിങ്ങളുടെ മേലെ നോക്കട്ടെ. തിരി നമുക്ക് താഴെ പോയിട്ട് നോക്കാം. നോക്കട്ടെ, തിരി. എന്ത് അട്ടയുണ്ടോ? വേണ്ട, അട്ടയാണോ? അട്ടയല്ലേ ഇത്? നേരത്തെ വീണില്ലേ? അതാ വീണിപ്പോ പൊട്ടിയത്. കാലിലൊക്കെ അട്ട ഫുള്ളുണ്ട്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. തൊലി പകുതി ഇല്ല അവിടെ. പോയാലോ? ആ എടുക്കട്ടെ. കാലിൽ നിറച്ച അട്ടയാ? ഇത് സീനില്ലടാ. അട്ടയും കടിച്ച് വണ്ടിയും വീണ് കാലും മുറിഞ്ഞു. അന്യായ അഡ്വഞ്ചറായി പോയില്ലേ? ഈശ്വര, എവിടെ നോക്കിയോ വേദന എടുക്കണം. ഇതാ വീട്ടിൽ പോണ വഴിയാണ്. നേരെ പോ. ബോധം പോയോ നിന്റെ? അതൊക്കെ പോയി. പോയാണോ? അന്യായമായി പോയില്ലേ?
ആ ചേട്ടൻ നമ്മളോട് ഡയലോഗ് പറഞ്ഞായിരുന്നു, ലാസ്റ്റ് കൊണ്ടുപോയി പെടുത്തിന്ന് പറയരുത്. അതുപോലെ തന്നെ ശരിക്കും പെട്ടല്ലടാ. ഓ അത് നമുക്ക് മഴക്കാലത്ത് ഓഫ് റോഡ് എടുക്കാൻ പറ്റില്ല. ഇത് റോഡായിരുന്നു കുഴപ്പമില്ല, കല്ലല്ലേ മൊത്തം. അത് 4x4 ജീപ്പ് മാത്രമേ പോകും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടാ നമ്മളാ ഒരു നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 5 മിനിറ്റിൽ 3 വീഴ്ച വീണ്. ആട്ടയൊക്കെ പോട്ടെ, നമുക്ക് എവിടെയെങ്കിലും മാറി നിർത്താം. നീറുന്നുണ്ട്, നീറുന്നത് ആ വീഴ്ചയുടെ നീറില്ല, പക്ഷെ അതല്ലാണ്ട് കാലട്ട ഇരിക്കുന്നുണ്ട്. എനിക്കൊരു സെൻസേഷൻ അടിക്കുന്നുണ്ട്, മനസ്സിലായോ? മാക്സിമം കെയർഫുൾ ആയിട്ട് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് വീഴ്ച എന്താ പറ്റിയെന്ന് അറിയോ? ബാക്കിലോട്ട് പോയി, പക്ഷെ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണല്ലോ. അതെന്താ ഞാൻ ഹീറ്റായി ബ്രേക്ക്. ഇത് എന്തോ ഹീറ്റായിട്ടുണ്ട്. അത് അല്ല, ടെമ്പറേച്ചർ ഹൈ ആയി, എഞ്ചിൻ ടെമ്പറേച്ചർ മാത്രമല്ല ഓഫായി, ആ എല്ലാം ഓഫായി, ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫുൾ ഓഫായി. എൻ്റെ കാലിൽ അട്ടുണ്ട്. ഉണ്ടോ ഉണ്ട്, അട്ടുണ്ട്. പിടിക്കട്ടോ, മാറ്റി പിടിക്കേ. നീ എവിടെയെങ്കിലും നിർത്തി. അമ്മാ ചേച്ചി കുറച്ച് ഉപ്പ് തരാമോ? അട്ട കാലൊക്കെ അടിച്ചിരിക്ക ആണെന്നേ. ഒന്നല്ല 2 എണ്ണം. ഇനി ഇതിൽ കൂടെയൊക്കെ ഉണ്ടാവും. എന്തിൻ്റെ കേടായിരുന്നു അല്ലേ? ഷൂടാ. ഇതേ ആ താഴെ കാണുന്നില്ലേ, അതാണ് മക്കുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം. നമ്മൾ ആ പാടമൊക്കെ കാണുന്ന പച്ചപ്പൊക്കെ കാണുന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞിട്ട് ഇത് ആ കാണുന്ന ടവർ, ഇതിൽ ശരിക്കും കാണാൻ പറ്റുമെന്നറിയില്ല, മുകളിലൊരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് റൂട്ട് ചെറുതോണി വരെ പോകാമെന്ന് പറഞ്ഞു. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം അപ്പോൾ നൈസായിട്ട് ആ കാട്ടിലൊക്കെ കയറി ഒരു 5 മിനിറ്റ്, ഒരു കിലോമീറ്റർ അങ്ങ് ചെന്നപ്പോഴത്തേന് ശരിക്കും അങ്ങ് പെട്ടു. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ. വണ്ടി മുകളിലോട്ടും പോവില്ല താഴത്തോട്ടും പോവില്ല. എഞ്ചിനാണെങ്കിൽ ഓവർ ഹീറ്റ് വാണിങ്ങും വന്നു. വെറുതെ അങ്ങ് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്കും കിട്ടുന്നില്ല. ഒരു വിധത്തിൽ വണ്ടി തിരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ദേ കിടക്കുന്നു. പട്ടോ വീണ് കാലും പൊട്ടി. എന്താ അട്ടയും കയറി. അത് പിന്നെ അട്ട കടിച്ചാന്ന് നോക്കിയാൽ എന്റെ ഇവിടെ പോറിയിരിക്കുന്നു, എല്ലായിടത്തും പോറി നാശമായിരിക്കും. ഫുള്ള് പായലാണ്. നമ്മൾ ഈ ഒരു സമയത്ത് പറ്റില്ല. നമ്മള് സമ്മർ സീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലിൽ കൂടെ എങ്ങനെയെങ്കിലൊക്കെ ഓഫ് അല്ല സമ്മറിൽ ആ റൂട്ട് കയറി പോവാം, നൈസായിട്ട് കയറി പോവാം. പക്ഷെ ഈ ടൈമിൽ പറ്റില്ല, ഫുള്ള് പായലാ. ഞാനാ തിരിച്ചു വന്ന് വരവേണ്ടായിരുന്നു. നീ അവിടെ മറിഞ്ഞ് അടികൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നേരെ മറ്റേ കുതിരട്ടുമ്പ് പറയുന്ന പോലെ നേരെ അപ്പൊ തന്നെ താഴെ എത്തിന്ന് പറഞ്ഞു അല്ലേ. സ്പോട്ടൊക്കെ എന്തായാലും കിട്ടുന്ന സ്പോട്ടാണ്, അടിപൊളി സ്ഥലമാണ്. അതായത് ഒരു പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയണ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു പറയുന്ന പോലെ റിസ്ക് കൂടുന്തോറും നമുക്ക് കിട്ടുന്ന സീനറിയുടെ ആ ഭംഗിയും കൂടും. ഇവിടം വരെ വരുമ്പോ നമുക്കൊന്നും തോന്നൂല. പക്ഷെ ഇവിടുന്ന് ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു 3 കിലോമീറ്റർ ആണ് ശരിക്കും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പില് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയത്, നമ്മൾ ഈ സീനറി എല്ലാം കണ്ടു, അതെല്ലാം ശരി തന്നെയാണ്. നമ്മൾ ഓഫ് റോഡ് അടിച്ചു, നമ്മൾ ആക്സിഡന്റ് ആയി, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം അടിപൊളിയാണ്, നൈസ് ആൾക്കാർ. അല്ല നൈസാണ്. ഇപ്പൊ സാധാരണ ഇത്രയും ആൾക്കാരൊക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ അവർക്ക് കുറച്ചൊരു ഫ്രസ്ട്രേഷൻ. പക്ഷെ ഇവർക്ക് ടൂറിസത്തിനോടൊക്കെ താല്പര്യമുണ്ട്. ഇവരുടെ ഒരു സ്ഥലം ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് അറിഞ്ഞ് ഇവർക്ക് കുറച്ച് എന്തായത് ഒരു എക്സ്പോഷർ കിട്ടുന്ന ഇവർക്ക് താല്പര്യമാണ്. ഇവിടെ ഇപ്പൊ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും നമ്മൾ നിർത്തി സംസാരിച്ചിട്ട് പോകുന്നു. അവിടെ നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കും. നമ്മൾ വീണ കാര്യം പറഞ്ഞിട്ട് പോലും ചീത്തയൊന്നും പറഞ്ഞില്ല. അപ്പുറത്ത് വേറെ നല്ല സ്പോട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, നൈസ് അഡ്വഞ്ചറായി. അപ്പൊ ഇനി ഒരിക്കൽ കൂടി അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും വരേണ്ടി വരും അല്ലേ. ഇനി തിരിച്ച് വീട് പിടിക്കാം. ഓക്കെ.